തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തിരുവനന്തപുരത്തേക്ക് 15-ാം തീയതിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രിയുടെ പൊതുയോഗം നടക്കുക. വി വിനോദ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകും. വിനോദ്, ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ബി.ജെ.പി. പ്രവർത്തകരെ എത്രത്തോളം ആവേശത്തിലാക്കും? പാർവതി, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് കാട്ടാക്കട നിയോജക മണ്ഡലം. അതേസമയം തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. മാത്രവുമല്ല, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് നാടാർ വോട്ടുകൾ വലിയ തോതിൽ ശേഖരിക്കുക. അത് കാലങ്ങളായി പരമ്പരാഗതമായി UDF-നെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ LDF പകുത്തെടുത്തിരുന്ന ആ വോട്ടുകൾ അത് സമാഹരിക്കുക. സാധാരണ നിലയിൽ നഗരപ്രദേശങ്ങളിലാണ് പ്രധാനമന്ത്രി വരുമ്പോൾ പൊതുസമ്മേളനങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നഗരത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. പക്ഷേ ഇപ്പോഴത്തെ വേദി വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രവർത്തകർക്കൊപ്പം തന്നെ നെയ്യാറ്റിൻകര, പാറശാല, കോവളം ഈ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ കൂടി കാട്ടാക്കടയിലെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതായത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങൾക്ക് ഒരുപോലെ വലിയ ആവേശം നൽകുന്ന രീതിയിൽ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ മൂർധന്യത്തിലെത്തുമ്പോൾ അവരെ വലിയ ആവേശഭരിതരാക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും ഒരേപോലെ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടുള്ള ഒരു വരവാണ് പ്രധാനമന്ത്രിയുടേത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂറൽ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രധാനമായ കാലങ്ങളായി ഈ UDF-നെയോ LDF-നെയോ പിന്തുണച്ചിരുന്നത്. പ്രത്യേകിച്ച് ശശി തരൂർ 2014 വിജയിക്കുന്നത് 3 മണ്ഡലങ്ങളിലെ വലിയ അതുതന്നെ പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങളിൽ പരമ്പരാഗതമായി UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കുന്നതാണ്. തീരദേശത്ത് വലിയ തോതിൽ ബി.ജെ.പിയുടെ പ്രചരണം നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഈ നാടാർ വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചുള്ള ബി.ജെ.പിയുടെ നീക്കം. പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ, സാമുദായിക നേതാക്കളെ ഇതിനകം തന്നെ ബി.ജെ.പി. നേതാക്കൾ കാണുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രിസ്ത്യൻ കോളേജിൽ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ എത്തും. അതിനുശേഷം റോഡ് മാർഗം ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിയിൽ 15 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഒരുപക്ഷെ റോഡ് ഷോ ഉണ്ടാകും. അതിന്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും ഈ വർഷം 6ാമത് തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ബി.ജെ.പി. എത്രമാത്രം പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് കൽപ്പിക്കുന്നു, കേരളത്തിൽ എത്രമാത്രം ശ്രദ്ധയൂന്നുന്നു എന്നതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രം തവണയാണ് പ്രധാനമന്ത്രിയുടെ വരവ്. ഏതായിരുന്നാലും വീണ്ടും ഒരിക്കൽ കൂടി തലസ്ഥാന ജില്ലയിലേക്ക് എത്തുന്നു. അത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് കാട്ടാക്കടയെങ്കിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഒരുപോലെ പങ്കിടുന്ന അവരുടെ പ്രദേശങ്ങൾ, അത് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. റൂറൽ മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി കാണേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗര കേന്ദ്രീകൃതം എന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന മലയോര മേഖലയിലേക്ക്, കർഷകർ ഉള്ള പ്രദേശത്തേക്ക് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൂടി പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ബി.ജെ.പിയുടെ ഭാഗത്ത് നീക്കമായി മാറുന്നു. പാർവതി. വിനോദ്, അതുപോലെ ഈ ഏപ്രിൽ 15-ന് തന്നെയാണ് തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ പ്രധാനമന്ത്രി എത്തുന്നത്. പ്രത്യേകിച്ചും ബി.ജെ.പി. വിജയപ്രതീക്ഷ കണക്കാക്കുന്ന 3 മണ്ഡലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, തിരുവനന്തപുരം, തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് എങ്ങനെ വേണം കാണാൻ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു ഉറപ്പ്. മറ്റ് മണ്ഡലങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു. തൃശ്ശൂരിന് പുറമെ പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നതാണ്. അത് ഇനിയും PMO ഓഫീസിൽ നിന്ന് അതിന്റെ ഒരു സ്ഥിരീകരണം വരണം. മാത്രവുമല്ല, അമിത്ഷാ നേരത്തെ നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് റാലി അദ്ദേഹം പങ്കെടുക്കുമെന്ന കാര്യം അറിയിച്ചിരുന്നതാണ് തക്കലയിലും. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ മറ്റിടങ്ങളിലെ തിരക്കുകൾ കാരണം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണ്ഡലങ്ങൾ, അവിടെ എത്തുന്ന തീയതികളിൽ അതെല്ലാം തന്നെ ഇനി കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ആ സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി ഈ ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങൾ അവിടേക്കുള്ള പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശം കാട്ടാക്കട. എന്നാൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളുണ്ട്. പാറശാലയും നെയ്യാറ്റിൻകരയും നേമവും ഒക്കെയും അടുത്തുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ ഈ പരിപാടിയിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രവർത്തകർ, പ്രത്യേകിച്ച് പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങൾ, ഇതിനു പുറമെ നേമം മണ്ഡലം ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിന്ന്, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നും പ്രവർത്തകർ പങ്കെടുക്കും. വലിയ തോതിൽ പ്രവർത്തകർ എത്തിക്കുക. ഇതിനപ്പുറത്തേക്ക്
സാധാരണ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുക എന്ന ഒരു നീക്കം അത് തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. നേതാക്കൾ പ്രധാനമന്ത്രിയോ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോ അടക്കമുള്ളവർ പലപ്പോഴും പല ജില്ലകളിലും എത്തുമ്പോൾ നഗരത്തിലെ ഏതെങ്കിലും സ്റ്റേഡിയങ്ങളിൽ അവർ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. ആ നിലയ്ക്ക് അതിനപ്പുറത്തേക്ക് റൂറൽ മേഖലയിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ മുന്നൊരുക്കങ്ങളാണ് ഈ 15-ാം തീയതിത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. റൂറൽ SP കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ അവർക്ക് അന്യമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നു, അങ്ങനെ ഒരു പ്രതീതിയും അവരുടെ വിശ്വാസവും നേടിയെടുക്കുക, ആ ഒരു നീക്കം തന്നെയാണ് BJP നടത്തുന്നത്. മാത്രവുമല്ല ഈ മണ്ഡലങ്ങൾ പാറശാല, നെയ്യാറ്റിൻകര, കോവളം പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വലിയ തോതിൽ വോട്ട് സമാഹരിക്കാനുള്ള നീക്കം BJP നടത്തുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ വരവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. നാടാർ വോട്ടുകൾ വലിയ തോതിൽ ഉള്ള മണ്ഡലങ്ങളാണ്. ആ ഒരു മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു, അവരുടെ നേതാക്കളുമായി വേദി പങ്കിടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യൻ കോളേജിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് നൽകുന്ന ഒരു പ്രവർത്തകർക്ക് നൽകുന്ന ആവേശമുണ്ട്, സന്ദേശമുണ്ട്. ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പാർവതി, ശരി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. 15-ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുയോഗം നടക്കുക. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.